ഊണിനൊപ്പമോ സദ്യക്കൊപ്പമോ സേവ് ചെയ്യാൻ പറ്റുന്ന പുളി ഇഞ്ചി അല്ലെങ്കിൽ ഇഞ്ചിക്കറി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സൈഡ് ഡിഷാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പുളിയും ഇഞ്ചിയുമാണ്. ഇഞ്ചി നന്നായിട്ട് തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്ത് ചെറു ചൂടുവെള്ളത്തിലിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഒരു 3-4 പച്ചമുളക് അതും അരിഞ്ഞെടുക്കുക. കുറച്ച് കറിവേപ്പിലയും വേണം. ഇതെല്ലാം അരിഞ്ഞ് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു പാനെടുത്ത് അടുപ്പിൽ വെച്ച് അത് ചൂടാൻ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. അതിനുശേഷം ഒരു 1/2 സ്പൂൺ കടുകിടുക, 2-3 ഉണക്കമുളക് അതിലേക്ക് പിച്ചിടുക. പിന്നെ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലേക്കിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കുക. ഇഞ്ചി നന്നായിട്ട് മൂക്കണം. നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളി നന്നായിട്ട് കൈകൊണ്ട് ഞവടി പിഴിഞ്ഞതിന് ശേഷം ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ച് മാറ്റി വയ്ക്കുക. ഉള്ളി കുറച്ച് മൂത്ത് വന്നതിന് ശേഷം മാത്രമേ പച്ചവെള്ളം ഇട്ട് കൊടുക്കാവൂ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് പച്ചവെള്ളം കരിഞ്ഞു പോകും. കുറച്ചൊന്ന് ഒരു ഇതായതിന് ശേഷം 2-3 പച്ചമുളക് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതും കൂടി നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് നല്ല ഗോൾഡൻ നിറം ആവണം, അതുവരെ ഇഞ്ചി നന്നായിട്ട് വഴറ്റുക. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. കരിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റിന് തന്നെ വ്യത്യാസം വരും. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. അത് 1/2 സ്പൂണ് മുളക് പൊടി, ഒരു 1/4 സ്പൂണ് മല്ലിപ്പൊടി, ഒരു ശകലം മഞ്ഞൾപ്പൊടി, എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ പൊടികൾ ഇടാവൂ, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം പൊടികളിട്ട് ഒന്ന് വറുത്തെടുക്കുക. പൊടി ആ ചൂടിൽ കിടന്ന് തന്നെ അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറിക്കിട്ടും. അതിനുശേഷം എല്ലാം കൂടി ഒത്തിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ എൻ്റെ കയ്യിൽ കായം പൊടിയില്ല, അതുകൊണ്ട് ഞാൻ കായം കട്ടയാണ് ഇടുന്നത്. നിങ്ങളുടെ കൈവശം കായപ്പൊടിയാണെങ്കിൽ അതിട്ട് കൊടുക്കുക. ഈ ചൂടിൽ കിടന്നത് ഉരുവി അതിലൂടെ ചേർന്നു. ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പിന്നീട് നോക്കിയിട്ട് ചേർക്കാം. പുളിയിൽ ഉപ്പ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ കുറച്ച് ചേർത്തത്. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലൊരു മണം കിട്ടും ഉലുവ ചേർത്ത് കഴിഞ്ഞാൽ. പിന്നെ ഇതിന് വേണ്ടുന്ന മധുരത്തിന് വേണ്ടുന്ന ശർക്കര ഞാൻ ഒരു ഗ്രേറ്റർ ഉപയോഗിച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. ഒരു 4 സ്പൂൺ ശർക്കര പൊടിയുണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തിളച്ചതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വെള്ളമൊക്കെ ഒന്ന് കുറുകി വരണം, അതുവരെ ഇളക്കി കൊടുക്കുക. വെള്ളമൊക്കെ വറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇവിടെ പുളി ഇഞ്ചി റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.